ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ദിലീപ് ചന്ദ്രികയും മലനും കിടക്കുന്ന ആ മുറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ചന്ദ്രികയുടെ കൈയുടെ മുകളിൽ കൈവച്ചപ്പോഴേക്കും ചന്ദ്രിക ഞെട്ടി ഉണരുകയാണ്. അവൾ ഷോക്കായിട്ട് ഇങ്ങനെ രണ്ടുപേരെയും, അതായത് അടുത്ത് കിടന്നുറങ്ങുന്ന മലരിനെയും അതേപോലെ തന്നെ ദിലീപിനെയും നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദിലീപ് പറയുന്നുണ്ട്, കള്ളു കുടിച്ചിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഏയ് ഭയപ്പെടേണ്ട ചന്ദ്രികയെ, ഞാൻ വന്നത് മോശമായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിനക്കിവിടെ താമസ സൗകര്യമൊക്കെ നല്ലതാണോ നോക്കാൻ വേണ്ടി വന്നതാ. നിനക്കിവിടെ കുറവൊന്നും ഇല്ലല്ലോ. മഹേഷ് നിന്നെ വീണ്ടും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കല്യാണത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാനാണ് ചെയ്തു കൊടുക്കുന്നത്. നിനക്ക് മഹേഷിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മഹേഷ് നിന്നെ ഒഴിവാക്കുന്നു തോന്നുന്നില്ല. നിനക്ക് ഇഷ്ടമില്ലെങ്കിലും നീ മഹേഷിനെ കല്യാണം കഴിച്ചോ. കാരണം നീ മഹേഷിനെ കല്യാണം കഴിച്ചാൽ നിനക്കൊരു കുറവുമില്ലാതെ ഞാൻ നിന്നെ നോക്കിക്കോളാം. ചന്ദ്രികയുടെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങി നിന്നിട്ട് ഒരു വഷളം ചിരിയോടുകൂടിയാണ് ദിലീപ് അത് പറയുന്നത്. അതിനുശേഷം ചന്ദ്രികയോട് പറയുന്നുണ്ട്, സത്യമായിട്ടും നീ വളരെയധികം സുന്ദരിയാണ്. അത് കേട്ട സമയത്ത് ചന്ദ്രിക വെറുപ്പോടുകൂടി അവനെ നോക്കുകയാണ്. തൻ്റെ മുഖത്തിന് നേരെ വന്നിട്ടുണ്ടായിരുന്ന ദിലീപിൻ്റെ മുഖത്തേക്ക് നോക്കിയത് ചന്ദ്രിക വെറുപ്പോടുകൂടി ഒരൊറ്റയൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് മുഖത്തേക്ക്. എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ആദ്യം പുറത്തിറങ്ങി പോടാ. ചന്ദ്രിക തല്ലിയ കവിളിൽ കൈവച്ചുകൊണ്ട് ദേഷ്യത്തോടെ ദിലീപ് പറയുന്നുണ്ട്, നിനക്ക് മഹേഷാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് അവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വാതിൽ ചാരി വെച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് മഹേഷ് കിടന്നിടത്തേക്ക്. എന്നിട്ട് താക്കോല് കൊണ്ടുവന്ന് അവിടെ ടേബിളിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം ഒരുപാട് കള്ളെടുത്ത് കുടിക്കുകയാണ് ചന്ദ്രികയോടുള്ള ദേഷ്യം കൊണ്ട്. ആ ദേഷ്യത്തോടെ ഒരുപാട് കള്ള് കുടിച്ചത് കൊണ്ട് തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ദിലീപും ബോധമില്ലാതെ അവിടെ മയങ്ങി വീഴുകയാണ്. ആ സമയത്ത് ചന്ദ്രികയാണെങ്കിൽ ആകെ വെപ്രാളത്തോടു കൂടി അവൾക്ക് പിന്നീട് കിടക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. വീണ്ടും തൻ്റെ അടുത്ത് വന്ന് മോശമായി പെരുമാറുമോ എന്ന് ചിന്തിച്ചിട്ട്. ആ സമയത്താണ് ചന്ദ്രിക കാണുന്നത്, ദിലീപ് വാതിൽ മുഴുവനായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു പാളിയിലൂടെ പുറത്തുള്ള വെളിച്ചം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് വാതിൽ തുറന്ന് നോക്കുകയാണ്. അവൾ മെല്ലെ വന്നിട്ട് മഹേഷിൻ്റെ അടുത്തും ദിലീപിൻ്റെ അടുത്തും എത്തിയ സമയത്ത് രണ്ടുപേരും ബോധമില്ലാതെ കിടക്കുകയാണ്. അവൾക്ക് കുറച്ചു നേരത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല. അതിനുശേഷം സിറ്റ് ഔട്ടിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ താക്കോലിട്ടിട്ട് ലോക്ക് ചെയ്തിട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് തന്നെ ചുറ്റിലും നോക്കുന്ന സമയത്താണ് മേശൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന താക്കോൽ ചന്ദ്രിക ശ്രദ്ധിക്കുന്നത്. അവൾ വേഗം ആ താക്കോൽ എടുക്കുകയാണ്. അതിനുശേഷം എല്ലാം പോയിട്ട് മഹേഷിൻ്റെ ഫോൺ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മഹേഷിൻ്റെ കൈ ഇങ്ങനെ ഉറക്കത്ത് അങ്ങോട്ടേക്ക് വീഴുന്നുണ്ടായിരുന്നു. ചന്ദ്രിക പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. എങ്ങനെയൊക്കെയോ മഹേഷ് വീണ്ടും ഉറങ്ങിയ സമയത്ത് ആ ഫോണും കൂടി അവൾ കൈക്കലാക്കുകയാണ്. എന്നിട്ട് വേഗം വന്നിട്ട് ആ ലോക്ക് തുറന്നിട്ട് വാതിൽ ഫുൾ തുറന്ന് വെക്കും. എന്നിട്ട് ഫോണും എടുത്തിട്ട് അവിടെ പുറത്ത് വെക്കുകയാണ്. അതിനുശേഷം വേഗം മുറിയിലേക്ക് ഓടിയിട്ട് മലരിനെ അവൾ ചേർത്തെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വേഗം ചന്ദ്രിക പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രിക വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് താക്കോലെടുക്കുകയാണ് ലോക്ക് ചെയ്തിട്ട്. അതിനുശേഷം മഹേഷിൻ്റെ ഫോണും അതുപോലെ തന്നെ മലരിനെയും തൻ്റെ തോളിലേറ്റിക്കൊണ്ട് ചന്ദ്രിക വേഗം അവിടുന്ന് കടന്നു കളയുകയാണ്. കുറച്ചു നേരം, അതായത് ചന്ദ്രിക പോയിട്ട് കുറഞ്ഞ നേരം കൊണ്ട് തന്നെ മഹേഷിന് പെട്ടെന്നൊരു ബോധം തെളിയാണ്. മഹേഷ് നോക്കുന്ന സമയത്ത് പുറത്തേക്ക്, അതായത് താക്കോൽ ലോക്ക് അകത്തേക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ലോക്ക് കാണുന്നില്ല. അപ്പോൾ ലോക്ക് എവിടെ പോയി എന്ന് വിചാരിച്ച് മഹേഷ് ഇങ്ങനെ അയ്യോ ചന്ദ്രിക എന്ന് വിചാരിച്ചിട്ട് വേഗം ഓടിപ്പോയിട്ട് മുന്നിലത്തെ ലോക്ക് നോക്കുന്ന സമയത്ത് ലോക്ക് പുറത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പം തന്നെ മഹേഷിന് ആകെ കൂടെ ടെൻഷനാവുകയാണ്. മഹേഷ് നോക്കുമ്പോൾ ദിലീപ് തൻ്റെ അടുത്തിരുന്നിട്ട് ഉറങ്ങുകയാണ്. അവൻ വേഗം ചന്ദ്രിക കിടക്കുന്ന മുറിയിലേക്ക് ഓടിപ്പോവുകയാണ്. ആ സമയത്ത് ചന്ദ്രികയാണെങ്കിൽ മലരിനെയും കൊണ്ട് കഷ്ടപ്പെട്ട് ഓടുകയാണ്. പക്ഷെ അവൾക്കൊന്നും തിരിഞ്ഞു കിട്ടുന്നില്ല. കാരണം തൻ്റെ ചുറ്റിലും കാട് മാത്രമാണ് ചന്ദ്രിക കാണുന്നത്. മലരിനെയും തോളിലിട്ട് ഓടുന്നത് കൊണ്ട് തന്നെ ചന്ദ്രിക നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ചുറ്റിലും നോക്കുമ്പോൾ മുഴുവൻ കാട് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ചന്ദ്രിക സ്വയം പറയാണ്, ഇതെന്താ മുഴുവൻ കാട് മാത്രമാണല്ലോ, എങ്ങനെ ദൈവമേ രക്ഷപ്പെട്ടൊന്ന് പോവുക. ചന്ദ്രികയുടെ മുറിയിലെ വാതിൽ തുറന്നതും മഹേഷ് ശരിക്കും ഷോക്കായി പോവുകയാണ്. കാരണം ചന്ദ്രികയോ മലരോ മുറിയിലുണ്ടായിരുന്നില്ല. അവനാകെ കൂടെ ദേഷ്യത്തോടെ ദിലീപിൻ്റെ അടുത്തേക്ക് വരികയാണ്. ബോധയില്ലാതെ കിടക്കുന്ന ദിലീപിനെ വിളിച്ചെണീപ്പിച്ചിട്ട് മഹേഷ് കാര്യം പറയാണ്, ദിലീപ് എഴുന്നേക്ക്, എന്തു പറ്റിയടാ, ചന്ദ്രികയും മലരും രക്ഷപ്പെട്ടു പോയടാ. അപ്പോൾ ദിലീപും പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ്. എന്ത്, ചന്ദ്രികയും മലരും രക്ഷപ്പെട്ടു എന്നോ? ആടാ. അപ്പം മഹേഷ് ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ ചികഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ റൂം പുറത്തുനിന്ന് പൂട്ടിയതാണ്, പക്ഷെ എങ്ങനെ അവർ രക്ഷപ്പെട്ടു പോയെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ദിലീപ് അവൻ്റെ കവിളിൽ കൈവച്ച് നോക്കുന്നത്. കാരണം അല്പം മുമ്പ് ചന്ദ്രിക തല്ലിയതൊക്കെ ദിലീപിന് അപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. മാത്രമല്ല റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ദിലീപ് ആ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ വാതിൽ അടച്ചിട്ടില്ല എന്നുള്ളത്, അതായത് ലോക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അവൻ ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ അത് മഹേഷിനോട് പറയാൻ പറ്റാത്തത് കൊണ്ട് അവനൊരു കള്ളം പറയാണ്. കള്ള് കുടിച്ച് ബോധമില്ലാണ്ട് ഒരുപക്ഷെ നീ റൂം പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ മഹേഷിനും കൺഫ്യൂഷൻ ആവുകയാണ്. അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനി ഞാൻ പൂട്ടിയിട്ടുണ്ടാവില്ലേ, അത് വിട്, ഇപ്പം എന്താ ചെയ്യുക അത് പറ. അപ്പോൾ ദിലീപ് പറയുന്നുണ്ട്, നീ ഒന്നും പേടിക്കൊന്നും വേണ്ട,
ഈ വീടിൻ്റെ 100 ഏക്കർ ചുറ്റിയിട്ട് ഫുള്ള് കാടാണ്. ഈ കാട് താണ്ടിയിട്ട് അവൾക്ക് പോവാൻ സാധിക്കില്ല. അതിനു മുമ്പ് നമുക്ക് അവളെ കണ്ടുപിടിക്കാം. ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് 2 ടോർച്ച് എടുത്തുകൊണ്ടാണ് ദിലീപ് വന്നിട്ടുള്ളത്. എന്നിട്ട് പോവാൻ ശ്രമിച്ചപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് ഉള്ളത്. സാരില്ല, നമുക്ക് പിൻഭാഗത്തൂടെ പോവാം. അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങിയിട്ട് ചന്ദ്രികയുടെയും മലറിൻ്റെ പിന്നാലെ പോവുകയാണ്. ചന്ദ്രികയാണെങ്കിൽ മലറിനെ എടുത്തുകൊണ്ട് ഓടുന്നതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അവൾ ഒരുപാട് ദൂരം, എത്രത്തോളം താണ്ടാൻ പറ്റും അത്രത്തോളം ദൂരം അവൾ ഓടിയിട്ടുണ്ടായിരുന്നു. അവസാനം ക്ഷീണിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്താണ് ടോർച്ച് അടിച്ചുകൊണ്ട് കുറച്ച് ദൂരത്തു നിന്നായിട്ട് മഹേഷിൻ്റെയും ദിലീപിൻ്റെയും ശബ്ദം അവൾ കേൾക്കുന്നത്. ചന്ദ്രികേ, ചന്ദ്രികേ. അവരുടെ ശബ്ദം കേട്ടതും ചന്ദ്രിക വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു. അവൾ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, അവരടുത്തെത്തിയെന്നാണ് തോന്നുന്നത്. ഇനി എന്താ ചെയ്യുക? സിദ്ധു സാറിന് കോൾ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ട് ചന്ദ്രിക വെപ്രാളത്തോടു കൂടി സിദ്ധാർത്ഥിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചന്ദ്രിക ഒരുപാട് തവണ വിളിച്ചിട്ടും സിദ്ധാർത്ഥ് നല്ല ഉറക്കത്തിലായതുകൊണ്ട് അവനത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് തവണ വിളിച്ചപ്പോഴേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയൊരു വഴിയുമില്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. മാത്രമല്ല ദിലീപും മഹേഷും അവളുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവൾ അവസാന ശ്രമം എന്നോണം വീണ്ടും മലറിനെ എടുത്തിട്ട് ഓടുകയാണ്. ഒരുപാട് ദൂരം ഓടി. പക്ഷേ ചന്ദ്രികയെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തൊട്ട് പിന്നിന്നാണ് ചന്ദ്രികയെ വിളിക്കുന്നത്. ചന്ദ്രിക നിൽക്ക് നിൽക്ക് എന്നൊക്കെ കുറേ പറയുന്നുണ്ട്. പക്ഷേ ചന്ദ്രിക തന്നെ കൊണ്ടാവുന്നത്ര സ്പീഡിൽ ഓടുന്നുണ്ട്. ഒരുപാട് ഓടുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ തന്നെ മലർ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവൾ ടയേർഡ് ആവുകയാണ്. അങ്ങനെ മലറിനെ നിരത്തി വെച്ചിട്ട് അവൾ പറയുന്നുണ്ട്, മോളോടും കൂടെ ഓടാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ മലറിൻ്റെ കാലിന് ചെരുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടും കാല് വേദനിക്കുന്നതുകൊണ്ടൊക്കെ മലർ പറയുന്നുണ്ട് ഓടാനാവുന്നില്ല എന്ന്. അതുകൊണ്ട് വീണ്ടും മലറിനെ എടുക്കുകയാണ്. അവസാനം മലരിനെയും കൊണ്ട് ഓടി ഓടി ചന്ദ്രിക തളർന്ന് അവിടെ വീഴുകയാണ്. അപ്പോഴേക്കും മഹേഷും ദിലീപും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചന്ദ്രികയുടെ മലരിൻ്റെ നേരെ ടോർച്ച് അടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിലത്തിരിക്കുന്ന ചന്ദ്രികയോട് മഹേഷ് കളിയാക്കിക്കൊണ്ട് പറയാണ്, ഇങ്ങോട്ട് നോക്ക്, ഇത് 100 ഏക്കർ കാടാണ്. ദിലീപും പരിഹാസത്തോടെ അവളെ നോക്കുന്നുണ്ട്. അപ്പം മഹേഷ് കളിയാക്കിയിട്ട് പറയാണ്, ഈ കാട്ടിൽ നിന്നും നിന്നെക്കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്നിട്ട് ചന്ദ്രികയുടെ കയ്യിൽ നിന്ന് മലരിനെ തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുകയാണ് മഹേഷ്. പക്ഷേ ചന്ദ്രിക തന്നെ കൊണ്ടാവുന്ന വിധം മലരിനെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കൈക്കരുത്തിന് മുന്നേ അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവസാനം മഹേഷ് മലരിനെ പിടിച്ചെടുത്തിട്ട് ദിലീപിൻ്റെ കൈ കൊടുക്കുകയാണ്. അതിനുശേഷം ചന്ദ്രിക അവൻ പൊതിരെ തല്ലുന്നുണ്ട് മുഖത്തൊക്കെ. മലര് കരഞ്ഞ് ബഹളം വെക്കുകയാണ് അമ്മയെ തല്ലുന്ന കണ്ടിട്ട്. പക്ഷെ അതൊന്നും മഹേഷ് മൈൻഡ് കൂടെ വെക്കുന്നില്ല. അതിനുശേഷം ചന്ദ്രികയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ആ സിദ്ധാർത്ഥ് ഇപ്പോഴും എൻ്റെ കസ്റ്റഡിയിലാണ്. ഇനി നീ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ വെച്ച് തന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ പറയും. ചന്ദ്രികയുടെ മുടിക്കുത്തിന് പിടിച്ചിട്ട് മഹേഷ് ചോദിക്കുകയാണ്, എന്താ അവൻ മരിക്കണം എന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ചന്ദ്രിക ഒന്നും പറയാനാവാതെ നിസ്സഹായമായിട്ട് മഹേഷിനെ നോക്കുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, നോക്ക്, ഇനി ഇതുപോലെ ഒരു തവണയും കൂടി നീ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സിദ്ധാർത്ഥിനെ ഞാൻ കൊന്നിട്ടുണ്ടാവും, മനസ്സിൽ വെച്ചോ എന്നും പറഞ്ഞിട്ട് ചന്ദ്രികയെ പിടിച്ച് തള്ളിക്കൊണ്ട് മുടിക്കുത്തിന് പിടിച്ചുകൊണ്ട് തന്നെയാണ് മഹേഷ് തള്ളുന്നത്. എന്നിട്ട് തിരിച്ച് വീണ്ടും അതേ വീട്ടിൽ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്ന് അവരെ രണ്ടുപേരെ ആ മുറിയിലിട്ടതിന് ശേഷമാണ് ദിലീപ് കാണുന്നത്. അവൻ്റെ ഫോണ് ചന്ദ്രികയുടെ കയ്യിലാണ്. അവൻ വേഗം തന്നെ ആ ഫോണ് തട്ടിയെടുക്കുകയാണ്. അപ്പം മഹേഷ് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ഇനിയും ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ പൊട്ടത്തരം കാണിക്കരുത് കേട്ടോ. മലരാണെങ്കിൽ പേടിയോടെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ദിലീപിനോട് മഹേഷ് പറയുന്നുണ്ട്, ദിലീപ്, നീ പോയിട്ട് പൂട്ടും ചാവി എടുത്തിട്ട് വാ. ദിലീപ് പൂട്ടും ചാവി എടുക്കാൻ പോയ സമയത്ത് മഹേഷ് മലറിനെ എടുത്ത് തോളിൽ വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മലർ ഇങ്ങോട്ട് വാ. ഇല്ല, എന്നെ വിട്. മലർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഹേഷ് അതൊന്നും വകവെക്കാതെ ബലമായിട്ട് തന്നെ കുട്ടീനെ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ മഹേഷിനോട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഇങ്ങോട്ട് നോക്ക്, നമ്മുടെ കല്യാണം കഴിയുന്നത് വരെ മലരിനി എൻ്റെ കസ്റ്റഡിയിലായിരിക്കും. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അതാണ്. അത് കേട്ടത് ചന്ദ്രിക ആകെ പേടിയോടെ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് താ പ്ലീസ്. പക്ഷേ ചന്ദ്രികയുടെ കരച്ചിലിനൊന്നും വകവെക്കാതെ മഹേഷ് അവളെ പിടിച്ച് തള്ളുകയാണ്. മലരാണെങ്കിലും മഹേഷിനോട് തർക്കിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, മലർ മിണ്ടാതിരിക്ക്, ഞാൻ നിൻ്റെ അച്ഛനാണ്, അല്ലാതെ മറ്റാരുമല്ല. എന്നിട്ട് പുറത്തിറങ്ങി വന്ന് വാതിലടച്ചപ്പോഴേക്കും ദിലീപ് പൂട്ടും ചാവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ വാതിൽ പുറത്തുനിന്ന് പൂട്ടുകയാണ്. ചന്ദ്രിക ഒരുപാട് തട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, വാതിൽ തുറക്ക് എന്ന് പറഞ്ഞിട്ട്. മലർ എൻ്റെ കുഞ്ഞിനെ എനിക്ക് താടാന്നൊക്കെ ചന്ദ്രിക ഒരുപാട് വിളിച്ച് പറയുന്നു. പക്ഷെ അതൊന്നും ആരും കേൾക്കുന്നില്ല. അതിനുശേഷം മഹേഷ് മറ്റൊരു മുറിയിൽ കൊണ്ടുവന്നിട്ട് മലറിനെ അവിടെ ഇരുത്തുകയാണ്. ഇനി മോൾ ഈ റൂമിലായിരിക്കും, നീ എന്ത് ചോദിച്ചാലും നിൻ്റെ അച്ഛൻ എനിക്കത് വാങ്ങിത്തരും. പക്ഷേ മലർ അപ്പോഴൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ദേഷ്യം കൊണ്ട് അവൾ മഹേഷിൻ്റെ കവിളിലൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം. മലർ തൻ്റെ കവിളിൽ തല്ലിയെങ്കിലും മഹേഷ് അവളോട് വീണ്ടും സ്നേഹത്തോടെ തന്നെയാണ് പറയുന്നത്, നോക്ക് മലർ, എനിക്കും നിൻ്റെ അമ്മയ്ക്കുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി നിനക്ക് നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാനാവൂ.
പക്ഷെ അതൊന്നും മലര് കേൾക്കുന്നേ ഇല്ല. അവളിങ്ങനെ വാശി പിടിച്ച് കരയാണ്. വീട്, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം. പറഞ്ഞാൽ കേക്ക് മലർ എന്നും പറഞ്ഞിട്ട് അവളെ പിടിച്ച് തള്ളിയിട്ട് മഹേഷ് പുറത്തിറങ്ങി വാതിൽ പൂട്ടുകയാണ്. മലരും കരഞ്ഞുകൊണ്ട് ഒരുപാട് തവണ വാതിലിന് തട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മയെ കാണണം, വാതിൽ തുറക്ക്, വാതിൽ തുറക്കുന്ന്. പക്ഷെ അതും ആരും കേൾക്കുന്നില്ല. സമാധാനത്തോടെ വന്നിരിക്കുകയാണ് ദിലീപും മഹേഷും. എന്നിട്ട് ദിലീപിനോട് മഹേഷ് പറയുന്നുണ്ട്, ഹോ ദിലീപ്, നല്ല കാര്യം, അവർ രണ്ടുപേരും രക്ഷപ്പെട്ടില്ല. അതിനുശേഷം രണ്ടുപേരും വീണ്ടും മദ്യപിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്തൊക്കെ ചന്ദ്രിക വാതിലിന് തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ മോളെ എനിക്ക് തിരിച്ചു താ, മലർ മലർ എന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് നിലത്തിരുന്ന് പൊട്ടി പൊട്ടി കരയാണ്. മലർ. അതേപോലെ തന്നെ മലരും ആ റൂമിൽ ഇരുന്നിട്ട് കരയാണ് വാതിലിന് അടിച്ചുകൊണ്ട്. എനിക്ക് എൻ്റെ അമ്മയെ കാണണം, അമ്മയെ കാണണം എന്ന് പറഞ്ഞ് രണ്ടുപേരും കഥകിന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ ദിലീപും മഹേഷും ഇരുന്ന് മദ്യപിക്കുകയാണ്. ഒരുപാട് നേരം വാതിലിന് തട്ടി തട്ടി രണ്ടുപേരും ടയേർഡായിട്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും വകവെക്കാതെ മഹേഷും ദിലീപും ഇരുന്ന് മദ്യപിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.